ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളു വി ഓൺലി ലിവ് വൺസ്. അപ്പൊ നമ്മളിപ്പോ ഒരു യാത്രയിലാണ്. കുഞ്ഞിപ്പെണ്ണ് എവിടാ? അസ്സലാമു അലൈക്കും. നമ്മൾ ദുബായിലെത്തിയോ? വഅലൈക്കും അസ്സലാം. പറഞ്ഞേ, ഇത് അവനല്ലേ? ഇതൊക്കെ എണീറ്റ് വരാൻ തുടങ്ങുന്നുണ്ട്. ഇത് കുഞ്ഞിപ്പെണ്ണ് ഞങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പാണ്. അവൾക്കിപ്പോ പ്രായം 1.5 മാസം. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ തന്നെ അല്ലാട്ടാ പോകുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരൻസ് കൂടെ വരുന്നുണ്ട്. നമ്മുടെ ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ആണ്. ഒരു പ്ലഷ് ടോയ്, ഒരു കുഞ്ഞു ബാഗ്, പിന്നെ ഇൻഫന്റ് എമ്യൂണിറ്റി കിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഈ കിറ്റിൽ കുറച്ച് ബേബി എസെൻഷ്യൽസ് ആയിരുന്നു കേട്ടോ. ബിബ്, ഡയപ്പർ ചേഞ്ചിങ് പാഡ്, ഒരു എക്സ്ട്രാ വേസ്റ്റ് കവർ, വെറ്റ് വൈപ്സ്, മോയ്സ്ചറൈസർ, ഫീഡിംഗ് സ്പൂൺ, അങ്ങനെ അതിന്റെ കൂടെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റും കിട്ടി, ഒരു പോളറോയിഡ് ഫോട്ടോയും കിട്ടി. ഇനി എല്ലാ ഫ്ലൈറ്റിലും കയറി അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണോ ഇത്? ഈ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യും? അവൾ കരഞ്ഞു പോയി വിളിക്കില്ലേ, ആൾക്കാർക്ക് ശല്യാവില്ലേ എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ചക്കര കൊച്ചു പാലും കുടിച്ച് പൂസായിട്ട് ഒരേ ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ എവിടാ? നമ്മൾ ദുബായിലെത്തിയോ? അയ്യോ, വെയിലാണോ? അങ്ങനെ കുഞ്ഞിന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, ദുബായ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി പിടിച്ചു. ഫ്രീ ആണത്രേ. ഫ്രീ വണ്ടി വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറെ നടന്ന് അവസാനം പെട്ടിയും വട്ടിയൊക്കെ വാരി കൂട്ടി ഇറങ്ങാൻ റെഡിയായി. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ നേരം സ്ട്രോളർ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെ ഇത്രയും നേരം എടുത്തോണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ടെൻഷൻ വേണ്ട, ഇവിടെ എയർപോർട്ടിൽ മുക്കിന് ആ സ്ട്രോളർ ഇരിക്കുന്നത് നമുക്ക് പാസഞ്ചേഴ്സിന് വേണ്ടി. നമ്മൾ വരുന്നതിന് മുമ്പേ ഹോട്ടൽ ബുക്കിംഗും വണ്ടി റെന്റിന് എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ റെന്റിന് തരുന്ന വണ്ടി വേറെ ടെർമിനലായതുകൊണ്ട് ചാച്ചൻ ആ ടെർമിനലിൽ പോയിട്ട് വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ ബാക്കി എല്ലാവരും ടാക്സി വിളിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഹവാർഡ് ജോൺസൺ പ്ലാസ ബൈ വിൻഡർ. ഈ പോയത് ഫെബ്രുവരിയിലായതുകൊണ്ട് ഇവിടെ നിറച്ച് വാലന്റൈൻസ് ഡേയുടെ ഡെക്കറേഷൻസ് ആയിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്തേക്ക് ചെക്കിന് കുറച്ച് താമസം ഉണ്ടെന്ന് കരുതി ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറന്റിൽ ലഞ്ച് കഴിക്കാൻ കയറി. റേറ്റ് നല്ല ഗംഭീരമാണെങ്കിലും ഫുഡിന്റെ ടേസ്റ്റ് അത്ര ഗംഭീരമൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ ദേരയിലായിരുന്നു താമസിച്ചത്. അപ്പൊ സിറ്റി ഒക്കെ കാണാനും 1-2 സാധനങ്ങൾ വാങ്ങിക്കാനും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. കുവൈറ്റിലെ പോലെയല്ല, ഇവിടെ സ്ട്രീറ്റ് സൈഡിലൊക്കെ പെയ്ഡ് പാർക്കിംഗ് ആണ്. പുൾത്താൻ ഹൗസ്, നീ പുളുത്തു. ഞങ്ങൾ അടുത്ത് കണ്ടൊരു സൂപ്പർ മാർക്കറ്റ് കയറിയതാണ് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. നമ്മുടെ ലുലുവും ബ്രാൻഡും ഒക്കെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മൊത്തത്തിൽ ദുബായ് കൊള്ളാം. വളരെ സോഫിസ്റ്റിക്കേറ്റഡും ഓർഗനൈസ്ഡും അതേസമയം പീപ്പിൾ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വന്നിറങ്ങിയപ്പോഴേ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓരോ സിം കിട്ടി ഫ്രം ദി എയർപോർട്ട്, വിച്ച് ഇസ് വാലിഡ് ഫോർ 24 hours ഫ്രം ആക്ടിവേഷൻ. എനിവേസ്, കൊച്ചിന് കൊടുക്കാനുള്ള പാലും പമ്പ് ചെയ്ത് രാത്രി ലൈറ്റ് ആയിട്ട് ദോശയും സാമ്പാറൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നാണ് നമ്മുടെ ദുബായിലെ ആദ്യത്തെ ദിവസം. രാവിലെ എണീറ്റ് ഫ്രഷായി കുഞ്ഞിനെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ സ്ഥിരം കുളിപ്പിക്കുന്ന സെറ്റപ്പൊക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വാം വാട്ടറിൽ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവളെയും റെഡിയാക്കി ഞങ്ങളും റെഡിയായി നേരെ ഇവിടുത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. തിരക്കേട്ടില്ല, അത്യാവശ്യം ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഡിഷസ് കുറച്ചുണ്ട്, ലൈവ് എഗ് കൗണ്ടർ ഉണ്ട്, കുഴപ്പമില്ല. ഞങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് പാവം സ്ട്രോളറിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അജണ്ടയിലെ ആദ്യത്തെ സ്ഥലം ദുബായ് മോളിലെ അക്വേറിയം ആണ്. ദുബായ് മോളിൽ എത്തിയിട്ട് വണ്ടി ഇടാൻ ഞങ്ങൾ പെട്ട പാട്. അക്വേറിയത്തിന്റെ അടുത്തുള്ള പാർക്കിംഗ് തന്നെ ഇടണമല്ലോ. ഫാഷൻ പാർക്കിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് വണ്ടി. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ട് അക്വേറിയം കാണിക്കാൻ കൊണ്ടുപോവാണ്. അവള് ഇതൊക്കെ അറിയുന്നുണ്ടോ എന്തോ. ചുറ്റിനുള്ള വലിയ വലിയ ബ്രാൻഡുകളുടെ സ്റ്റോറൊക്കെ തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ നേരെ നടന്ന ദുബായ് അക്വേറിയത്തിലെത്തി. ഞങ്ങൾ കുറച്ചുപേര് ഇവിടെ ഓൾറെഡി വന്നതാണ്, കുറച്ചുപേര് ആദ്യമായിട്ടാണ്. ബട്ട് വി ഓൾ വർ ഈക്വലി ഫാസിനേറ്റഡ് ബൈ ഇറ്റ്. കുഞ്ഞിപ്പെണ്ണാണ് വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാ. അവൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അവളുടെ എക്സ്പ്രഷൻസ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ക്രീച്ചേഴ്സ് ആണ് ഈ ലോകത്തുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. കുറെ ടൈപ്പ് മീനുകള്, ഷാർക്സ്, ക്രോക്കഡൈൽസ്, ഓട്ടേഴ്സ്, ഈവൻ പെൻഗ്വിൻസ് വരെ ഉണ്ട് ഇവിടെ. നോക്കിയേ, ഇങ്ങനെ മൂക്കിന് നീളമുള്ള മീന്, കയ്യും കാലുള്ള മീനിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഏകദേശം 1.5-2 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ഫുൾ ടൈം കുഞ്ഞിപ്പെണ്ണ് എൻജോയ് ചെയ്യുന്നില്ല. ഇടയ്ക്കൊക്കെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി എഴുന്നേറ്റും ഒക്കെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതാ ഈ ഒരു ജെല്ലി ഫിഷിനെ കണ്ടോ? ഇത് ആക്ച്വലി ഭയങ്കര ചെറുതാണ്. അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്റെ വിരൽ വെച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചയായി. നല്ല മീൽസ് കിട്ടുന്ന റെസ്റ്റോറന്റ് തപ്പി നമ്മൾ കരാമയിലുള്ള തക്കോലം റെസ്റ്റോറന്റിലാണ് എത്തിയത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഇവിടുത്തെ. തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് പാരന്റിങ് തിങ്സ്. രാത്രി ഇനി നമ്മളൊരു ഡിന്നർ ക്രൂസിനാട്ടോ പോകുന്നത്. ദുബായ് ഹാർബറിൽ ചെന്നിട്ട് യാർട്ടിലാണ് നമ്മൾ ഈ ക്രൂസിന് പോകുന്നത്. ഹെവൻ ഓൺ സീ എന്ന് പറയുന്ന ക്രൂസിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വലിയ തിരക്കേടില്ലാത്തൊരു ക്രൂസ് ആയിരുന്നു.
സാധാരണ ക്രൂസിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിന്റെ ഒക്കെ ശേഷമാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. പക്ഷെ ഇത് ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെയായിരുന്നു ബുഫേ ഐറ്റംസ്. ഭയങ്കര ഗ്രാൻഡ് ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലതായിരുന്നു. അങ്ങനെ ഇപ്പൊ അതൊക്കെ വ്യൂ ഒക്കെ കണ്ട് ഡിന്നർ ഒക്കെ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേനും കൾച്ചറൽ ആക്ടിവിറ്റീസ് തുടങ്ങി. Yes, in your which hand? Right hand. Very good, very good. Ready? 1, 2, 3, start. Hi. Very good. Come on, yes. Hi. Come on, drink it. Say. Hi. Come on, say yes. Yes. അങ്ങനെ ഈ ദുബായ് ട്രിപ്പിന്റെ ഡേ 1 ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത 3-4 ദിവസത്തെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.